മുട്ട കൊണ്ട് ഇതേപോലെ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കണേ. വൈകുന്നേരം ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാനിവിടെ 2 മുട്ടയ്ക്കാണ് ഈ മസാല റെഡിയാക്കുന്നത്. ഒരു മീഡിയം സൈസ് സവാള ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിലും ചേർക്കാം. ഞാനിതിവിടെ ഇങ്ങനെ ചെയ്യുന്നത്, നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് കടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിനാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി എനിക്ക് ആവശ്യത്തിന് ഒരു പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ 2 തണ്ട് മല്ലിയിലയും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ച്. ഇനി ഒരു ചട്ടിയിൽ 1 സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ആദ്യം സവാള ചേർത്ത് കൊടുക്കാം. സവാളയും എണ്ണയും എല്ലാം ഒന്ന് നല്ലതുപോലെ മിക്സായി കഴിയുമ്പോൾ ആദ്യം പച്ചമുളക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റാം. ഉള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് വഴന്നതിന് ശേഷം നമുക്കിതിൽ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി പാകത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്നുകൂടി ഒന്ന് വഴറ്റാം. 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് മൂത്ത മണമെല്ലാം വന്നു കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഈ മസാല ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇങ്ങനെ വെള്ളം ചേർക്കുന്നത് മസാല ഡ്രൈ ആയി പോവാതിരിക്കാനാണ്. വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ച് മസാലയെല്ലാം ഒന്ന് കുറുകി വന്നതിന് ശേഷം ഇതേപോലെ നമ്മൾ പുഴുങ്ങി മാറ്റി വെച്ചിരുന്ന മുട്ട 2ആയിട്ട് മുറിച്ച് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇനി ഈ മസാല ആ മുട്ടയുടെ മുകളിലേക്കൊന്ന് സെറ്റാക്കി കൊടുക്കണം. മൊത്തത്തിലൊന്ന് കവർ ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരുന്ന മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മുട്ട ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഉണ്ടല്ലോ, മുട്ടയുടെ മഞ്ഞ പൊടിഞ്ഞു പോകത്തില്ല. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മസാല മാറ്റി വെച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ 1/2 കപ്പ് മൈദമാവും പാകത്തിനുള്ള ഉപ്പും 1 മുട്ടയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം ഇതൊന്ന് കട്ടയില്ലാതെ കലക്കിയെടുക്കണം. ഒരു വിസ്കോ സ്പൂണോ കൊണ്ട് ഒന്ന് കലക്കിയെടുക്കാം. കട്ടയെല്ലാം മാറിയതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ച് മാവൊന്ന് ലൂസാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ പാലാടയൊക്കെ ഉണ്ടാക്കിയെടുക്കത്തില്ലേ, ആ ഒരു പരുവത്തിലാണ് ഞാൻ ഈ മാവ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇതേപോലെ ഒരു പാത്രം ചൂടായി കഴിയുമ്പോൾ എണ്ണ തൂത്തിട്ട് നമുക്ക് ഓരോ സ്പൂണ് മാവ് കോരി ഒഴിച്ച് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് ചുട്ടെടുക്കണം. 2 സൈഡും ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി, കൂടുതലും മൊരിഞ്ഞു പോവണ്ട. ഇതിപ്പം 1/2 കപ്പ് മാവിന് 4 എണ്ണം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് 4 എണ്ണത്തിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. ഇതേപോലെ മസാല ആദ്യം വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ മുട്ട വയ്ക്കാം. വീണ്ടും കുറച്ച് മസാല വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. മൈദമാവ് കലക്കിയത് കൊണ്ടാണ് ഞാനിത് ഒട്ടിച്ചെടുക്കുന്നത്. ഇത് നമുക്ക് ഒരു ബോക്സിൻ്റെ രൂപത്തിലാണ് ഞാനിത് ഒട്ടിച്ചെടുക്കുന്നത്. നാലെണ്ണവും ഞാൻ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഇത് ഓരോന്നും നമുക്കിതേപോലെ ഇങ്ങനെ വെച്ച് ഒന്ന് മൊരിയിച്ചെടുക്കണം. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ വിചാരിക്കാത്ത ടേസ്റ്റാണിത് ഇതിന്. അപ്പോൾ എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തുകൂടി കാണിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.